2019 ഓഗസ്റ്റ് 5 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മാർഗനിർദ്ദേശത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ 370 വകുപ്പ് റദ്ദാക്കുന്ന ബില്ല് പാസാക്കിയപ്പോൾ അത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർത്തു. 370 വകുപ്പ് രാജ്യസുരക്ഷയ്ക്കും ഐക്യത്തിനും തന്നെ ഒരു വെല്ലുവിളിയായിരുന്നു അതുവരെ. ഈ വകുപ്പ് റദ്ദാക്കിയതോടെ രാജ്യം പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നു. भारत के राष्ट्रपति द्वारा इस घोषणा पर हस्ताक्षर किए जाएंगे, इसे सरकारी गैजेट में प्रकाशित किया जाएगा. उस दिन से अनुच्छेद 370 के सभी खंड लागू नहीं होंगे. വെടിയുണ്ടകളുടെ ശബ്ദം മുഴങ്ങിയിരുന്ന കാശ്മീർ ഇന്ന് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം പുലരുന്ന നാടായി മാറിയിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷായുടെ വീക്ഷണവും നയതന്ത്രവും പ്രതിബദ്ധതയും കഠിനാധ്വാനവും അതിന്റെ ഫലം കണ്ടു. അങ്ങനെ കാശ്മീരിൽ സുരക്ഷയുടെയും വികസനത്തിന്റെയും പുതിയൊരു യുഗം പിറന്നു. 370 വകുപ്പ് റദ്ദാക്കിയത് ഫലപ്രദമാണെന്നാണ് കണക്കുകൾ തന്നെ തെളിയിക്കുന്നത്. കലാപ സംഭവങ്ങളിൽ 68% കുറവുണ്ടായി. സാധാരണ പൌരന്മാരെ കൊല്ലുന്നത് 81% കുറഞ്ഞപ്പോൾ മൊത്തത്തിലുള്ള കൊലപാതകങ്ങളിൽ 69% കുറവുണ്ടായി. പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലൂടെ ഇന്ന് 30,000-ലധികം ജനപ്രതിനിധികൾ ജമ്മു കാശ്മീരിൽ ജനാധിപത്യത്തിന്റെ വേരുകളെ കരുത്തുറ്റതാക്കുന്നു. ഭീകരത വിട്ടൊഴിഞ്ഞ ഈ മനോഹരമായ മേഖല ഒരിക്കൽ കൂടി വിനോദസഞ്ചാര വ്യവസായ ഭൂപടത്തിൽ ഉയർന്നുവന്നു. 2 പതാകകൾ, 2 കോടതികൾ, പത്താൻകോട്ട് നാഗ പെർമിറ്റ്, 2 ഭരണഘടനകൾ എന്നിവയുടെ യുഗം ജമ്മു കാശ്മീരിൽ അവസാനിച്ചു. പുതിയ ആധുനിക ജയിലുകൾ നിർമ്മിക്കുകയും താഴ്വരയിലെ ക്ഷേത്രങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു. ജമ്മു കാശ്മീരിൽ 2010-ൽ 2794 കല്ലേറ് സംഭവങ്ങൾ ഉണ്ടായപ്പോൾ 2023-ൽ അത് പൂർണ്ണമായും നിലച്ചു. വിഘടനവാദത്തിലും ഭീകരപ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്ന ആളുകളുടെ കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് ആർക്കും സർക്കാർ ജോലി നൽകാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. അത്തരത്തിൽ ആരെങ്കിലും നിലവിൽ ജോലിയിലുണ്ടെങ്കിൽ തന്നെ അവരെ പിരിച്ചുവിടാനുള്ള ഉത്തരവും നൽകി. കൊല്ലപ്പെട്ട തീവ്രവാദികളുടെയും വിഘടനവാദികളുടെയും ശവസംസ്കാര ഘോഷയാത്രകളും നിരോധിച്ചു. ഇതുമൂലം കാശ്മീർ താഴ്വരയിൽ നിന്നും കല്ലേറ് സംഭവങ്ങൾ പൂർണ്ണമായും അപ്രത്യക്ഷമായി. Enemy of humanity, and that can be no ifs and buts in dealing with it. ഇത് മാത്രമല്ല, ജിഹാദി ഭീകരപ്രവർത്തനം, മതമൗലികവാദം, അതിനുള്ള ധനസഹായം, നിയമവിരുദ്ധമായ ആയുധ കള്ളക്കടത്ത് എന്നിവ നിരോധിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു 25 പോയിന്റ് സമഗ്ര ആക്ഷൻ പ്ലാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കി. ജമ്മു കാശ്മീരിൽ ഈ പദ്ധതി വിജയകരമായി നടപ്പാക്കി. ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ മുൻകാലങ്ങളിൽ നിസ്സഹായരായിരുന്ന പ്രാദേശിക പോലീസ് ഇപ്പോൾ കരുത്തരാവുകയും ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുഖ്യ പങ്ക് വഹിക്കുവാനും ആരംഭിച്ചു. जमायत इस्लामी पर कश्मीर में पाबंदी कर दी, आतंकवादियों के समर्थन को चुन चुन कर नौकरियों से हटाया. अब किसी भी आतंकवादी की मृत्यु का जनाजा नहीं निकलता है, क्योंकि जो जहां मारा जाता है वही दफन किया जाता है. 370 വകുപ്പ് റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിനെ ഇപ്പോൾ മൊത്തം രാജ്യവുമായി ഏകോപിപ്പിച്ചിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് ശ്രീനഗറിൽ G20 ഉച്ചകോടി വിജയകരമായി നടപ്പാക്കിയത് സർക്കാരിന്റെ തീരുമാനങ്ങൾക്കും ജനങ്ങളുടെ വികാരങ്ങൾക്കുമുള്ള സമ്പൂർണ്ണ അംഗീകാരമായി മാറി. ജമ്മു കാശ്മീരിലെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളോട് യാതൊരു സഹിഷ്ണുതയും കാണിക്കില്ല എന്നുള്ള കേന്ദ്ര ഗവൺമെന്റ് നയം മൂലം ഭീകരവാദത്തിന്റെയും വിഘടനവാദത്തിന്റെയും വികാരത്തെ സമ്പൂർണ്ണമായി ഇവിടെ പരാജയപ്പെടുത്താൻ സാധിച്ചു. ഇന്നിപ്പോൾ ഇവിടെ സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഈ അവിഭാജ്യ പ്രദേശം ഒരിക്കൽ കൂടി ഭൂമിയിലെ യഥാർത്ഥത്തിലുള്ള സ്വർഗമായി വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നു.